നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുന്നത് എന്തിനാ പ്രകാശേട്ടാ? നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ? കല്യാണ മണ്ഡപത്തിനും പാചകക്കാർക്കും ഡെക്കറേഷനുള്ള അഡ്വാൻസ് ഉടനെ കൊണ്ടുപോയി കൊടുക്കണം. അച്ഛാ, അച്ഛൻ ഇങ്ങനെ കടം വാങ്ങി കൂട്ടിയാൽ അതെങ്ങനെ വീട്ടിൽ തീർക്കാം? കടം വാങ്ങിയാൽ എങ്ങനെ അത് കൊടുത്തു തീർക്കണമെന്ന് എനിക്കറിയാം. എന്റെ മകളുടെ കല്യാണം നടത്തേണ്ടത് എന്റെ ചുമതലയാ. അത് ഞാൻ ഭംഗിയായി നിറവേറ്റുകയും ചെയ്യും. അത് ആർക്കും ബാധ്യതയാക്കില്ല ഞാൻ. അച്ഛന് വല്ല കാര്യമുണ്ടോ? അച്ഛൻ കടമെടുത്തതുകൊണ്ട് ഈ പറയുന്ന ആളുടെ പെട്ടിയിലെ പണമൊന്നും കുറയുന്നില്ലല്ലോ. പിന്നെ വെറുതെ എന്തിനാ? എന്തിനാ ചേട്ടാ ക്ഷണക്കത്ത് ഇങ്ങനെ തിരിച്ചു മറിച്ചു നോക്കുന്നത്? അല്ല, ഈ കത്തിന്റെ മോഡൽ എത്ര പോരാ. എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ല ഡിസൈൻ നോക്കി എടുത്തേനെ. ആദ്യം സ്വന്തം ജീവിതത്തിന്റെ ഡിസൈൻ നേരെയാക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് മതി കല്യാണക്കുറിയുടെ കാര്യം. ചന്ദ്രികേ, വാ, ഇനി താമസിക്കണ്ട. അത്യാവശ്യം വേണ്ട ബന്ധുക്കളെയൊക്കെ നമുക്ക് ഒന്നിച്ചു പോയി വിളിക്കാം. ശരി മാധവേട്ട. അച്ഛാ, കല്യാണം വിളിക്കുന്നതിന് തുടക്കം എന്റെ അമ്മയച്ചൻ കരുണാകരക്കുറിപ്പിൽ നിന്നായ കൊള്ളായിരുന്നു. അത് തന്നെയാ വേണ്ടത്. ഈ കുടുംബത്തിലെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ബന്ധത്തിൽ ജീവിച്ചിരിക്കുന്നത് എന്റെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. എന്നെ കൊള്ളിച്ച ഹരിതി അത് പറഞ്ഞത്. എന്റെ അച്ഛനിപ്പോ ജീവിച്ചിരിപ്പില്ലല്ലോ. ഞാൻ കൊള്ളിച്ചൊന്നും അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സത്യോ. നമ്മുടെ കൂട്ടത്തില് ഒരു അഡ്രസ്സുള്ള ആളല്ലേ എന്റെ അച്ഛൻ. പിന്നെ പറയാനുള്ളത് സുചിത്രേച്ചിയുടെ അമ്മയുടെ കാര്യമാ. അവര് വീട്ടുജോലിക്ക് പോവല്ലേ. ഇപ്പൊ ഏത് വീട്ടിലാ ഉള്ളതെന്ന് ആർക്കറിയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ എടുത്തി പറയുന്നേ? ഒരു മംഗളകാര്യത്തിന് ഇറങ്ങുമ്പോഴാണോ ഇങ്ങനെ അനാവശ്യമായ സംസാരങ്ങളൊക്കെ? സുചിത്രേ, നിനക്കകത്ത് ജോലിയൊന്നുമില്ലേ? ഇപ്പൊ കുറ്റം എനിക്കായോ? ഞാനിവിടുത്തെ വെറും വേലക്കാരിയാണെന്നല്ലേ അമ്മ ഇപ്പൊ സൂചിപ്പിച്ചത്? ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് എന്റെ പക്ഷം പറയാൻ ആരുമില്ല. കണ്ടെടുത്തൊക്കെ കയറി ഇറങ്ങുന്ന വേലക്കാരിയെന്ന് എന്റെ അമ്മ ആക്ഷേപിച്ചിട്ടും ആർക്കും ഒരു വിഷമവും ഇല്ല. എല്ലാരും കൂടി എന്റെ തലയിൽ കയറാൻ വരിക. അത് അമ്മ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.